Hello everyone, welcome to Computer Science Hub. Today's topic Elements of Bus Design. Bus Interconnection Part 2. And we are discussing the syllabus of Computer Engineering Diploma, course code 3131 and subject is Computer Architecture. So ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മൾ ബസ് ഇൻ്റർകണക്ഷൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ വീഡിയോയിൽ ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ് ബസ് ഡെഫിനേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബസ് മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കി അത്രയും പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാതെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇടാം. ജസ്റ്റ് അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ വീഡിയോ കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബസ് ഡിസൈനിങ്ങിലെ എലമെൻറ്റ്സ് മേജർ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. The elements of bus design. There are a few basic parameters or design elements that serve to classify and differentiate buses. Okay, no need of further explanation, right? അപ്പോൾ നമുക്ക് വേണ്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബസ് ഡിസൈനിൽ വേണ്ട നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടൈപ്പ്. നമുക്ക് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബസ്സസും ഇതിൻ്റെ ബേസിൽ പറയാം കേട്ടോ. അപ്പോൾ ബസ് ഡിസൈനിൽ നമ്മൾ നോക്കേണ്ട കാര്യം ആദ്യത്തേത് ടൈപ്പ് ഓഫ് ബസ്സാണ്, വെദർ ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ഓർ മൾട്ടിപ്ലെക്സ്ഡ് ബസ്. സെക്കൻഡ് വൺ മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ നമ്മളത് റിസോൾവ് ചെയ്യാനൊരു മെത്തേഡ് കാണണം. അപ്പോൾ ബസ്സിലെ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് ഒരു ബസ് സെയിം ടൈം ആക്സസ് ചെയ്യാൻ കുറേ ആൾക്കാർ വന്നു, അപ്പോൾ ആർക്ക് വേണം ആക്സസ് കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെത്തേഡ് ഓഫ് ആർബിട്രേഷനിൽ പറയുന്നത്. അത് റിസോൾവ് ചെയ്യേണ്ട രണ്ട് മെത്തേഡാണ്, സെൻട്രലൈസ്ഡ് മെത്തേഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് മെത്തേഡ്. തേർഡ് വൺ ടൈമിംഗ്. സിങ്ക്രണസ് ബസ്സും ഉണ്ട്, അസിങ്ക്രണസ് ബസ്സും ഉണ്ട്. ബസ് വിഡ്ത്ത്, ബസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ, അതായത് നമ്പർ ഓഫ് ലൈൻസ് ആണ്. ഇപ്പോൾ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അഡ്രസ് ലൈൻസിൻ്റെ നമ്പർ, ഡാറ്റാബേസിൻ്റെ വിഡ്ത്ത് നമ്പർ ഓഫ് ഡാറ്റ ലൈൻസ്. സോ ബസ് വിഡ്ത്ത് അഡ്രസ് ആൻഡ് ഡാറ്റ രണ്ട് കാറ്റഗറി ഉണ്ട്. ഡാറ്റ ട്രാൻസ്ഫർ ടൈപ്പ്. ഡാറ്റ ട്രാൻസ്ഫർ ടൈപ്പിൽ ഇത്രയും വരുന്നുണ്ട്: റീഡ്, റൈറ്റ്, റീഡ് മോഡിഫൈ റൈറ്റ്, റീഡ് ആഫ്റ്റർ റൈറ്റ് ആൻഡ് ബ്ലോക്ക്. സോ ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ. നമുക്കിതിൽ ഓരോന്നുമായിട്ട് ഇൻഡിവിജ്വലി നമുക്ക് നോക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ദ ബസ് ടൈപ്പ്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പാണെന്ന് പറഞ്ഞു, ഒന്ന് ഡെഡിക്കേറ്റഡും മൾട്ടിപ്ലെക്സ്ഡും. അപ്പോൾ ഡെഡിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മളുടെ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആണ്. അതായത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം അഡ്രസ് ബസ്സും ഡാറ്റാസിന് വേണ്ടി മാത്രം ഡാറ്റാ ബസ്സും. അപ്പോൾ അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് എല്ലാ കേസിലും അങ്ങനെയല്ല. അതായത് എല്ലായിടത്തും ഒരു അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്കൊരു സെയിം ബസ്സിൽ തന്നെ ഈ രണ്ട് കാര്യവും ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരൊറ്റ ബസ്. അപ്പോൾ അതിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരാൻ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ അഡ്രസ്സിലുള്ള ഡാറ്റേനെ റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യം ബസ്സിനകത്ത് അഡ്രസ്സ് കൊണ്ടുവയ്ക്കും. അഡ്രസ്സ് വെച്ചിട്ട് നമുക്കൊരു സിഗ്നൽ ഉണ്ടായിരിക്കാം, അതായത് അഡ്രസ്സ് ഓൺ എന്നുള്ള ഡാറ്റ എനേബിൾ, അഡ്രസ്സ് എനേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ നമുക്ക് ഓണാക്കി വെക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ ഡിവൈസ് അത് ഏതാണ് അഡ്രസ്സ് എന്നുള്ളത് റീഡ് ചെയ്തോളും. ദെൻ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ അഡ്രസ്സിനെ മാറ്റി പകരം അവിടെ തന്നെ ഡാറ്റേനെ കൊണ്ടുവന്ന് വെക്കും. സോ ഇങ്ങനെ യൂസ് ചെയ്യണതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടിപ്ലെക്സ്ഡ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലെക്സ്ഡ് ആണ്. അതായത് ഒരെണ്ണം തന്നെ പല യൂസിനും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഡെഡിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാലോ ആ ഒരു പെർട്ടിക്കുലർ യൂസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ്. ഓക്കെ, അപ്പം ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഡെഡിക്കേറ്റഡ് ബസ് ലൈൻ എന്താണ്, ഇസ് പെർമനൻ്റ്ലി അസൈൻഡ് ഐദർ ടു വൺ ഫങ്ഷൻ ഓർ ടു എ ഫിസിക്കൽ സബ്സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ്. അപ്പോൾ ഈ ഡെഡിക്കേറ്റഡ് ഇൻ ദ സെൻസ് നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ആദ്യത്തേത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി മാത്രം, അതായത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം, അങ്ങനെ പറയാം. അതല്ലെന്നുണ്ടെങ്കിലോ എ ഫിസിക്കൽ സബ്സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ്. കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് വേണ്ടി മാത്രം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു IO ബസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് വേണ്ടി മാത്രം.
അവരുടെ ഡാറ്റയോ അഡ്രസ്സോ അവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ള ബസ്സാണ്. സോ അങ്ങനത്തെ ആയിരിക്കാം ഡെഡിക്കേഷൻ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ബസ് രണ്ട് തരത്തിൽ വരാം. ഫങ്ഷണൽ ഡെഡിക്കേഷനും ആവാം, ഫിസിക്കൽ ഡെഡിക്കേഷനും ആവാം. ഓക്കെ. എക്സാമ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഡിക്കേഷൻ ഇസ് ദ യൂസ് ഓഫ് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് അഡ്രസ് ആൻഡ് ഡാറ്റ ലൈൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഡെഡിക്കേഷൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സ്ഡ് എന്താണെന്ന് പറയാൻ പോകുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫർ അഡ്രസ് ആൻഡ് ഡാറ്റ ത്രൂ സെയിം ബസ് ലൈൻസ് യൂസിങ് ആൻ അഡ്രസ് വാലിഡ് കൺട്രോൾ ലൈൻ. ഞാൻ പറഞ്ഞില്ലേ, അഡ്രസ് വാലിഡ് കൺട്രോൾ ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇന്നത്തിലാണ് സെൻഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അഡ്രസ്സ് വെക്കും, അഡ്രസ്സ് വെച്ച് കഴിഞ്ഞിട്ട് അഡ്രസ് വാലിഡ് കൺട്രോൾ ലൈൻ ഓൺ ആക്കും. അപ്പോൾ അഡ്രസ്സ് അവർ റീഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് ഡാറ്റ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ സെയിം ബസ് തന്നെ ഡിഫറെൻറ്റ് യൂസിന് യൂസ് ചെയ്യാം. സോ മെത്തേഡ് ഓഫ് യൂസിങ് ദ സെയിം ലൈൻസ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ് നോൺ ആസ് time multiplexing. Okay, method of using same lines for multiple purpose is known as time multiplexing. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഡെഡിക്കേറ്റഡും മൾട്ടിപ്ലെക്സ്ഡും ആണ് നമ്മൾ പറഞ്ഞത്. ഡെഡിക്കേറ്റഡിൽ തന്നെ ഫങ്ഷണൽ ഡെഡിക്കേഷനും ഉണ്ട്, ഫിസിക്കൽ ഡെഡിക്കേഷനും ഉണ്ട്. ഫങ്ഷണൽ ഡെഡിക്കേഷനിൽ എക്സാമ്പിൾ അഡ്രസ് ലൈനും ഡാറ്റ ലൈനും യൂസ് ചെയ്യുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ അഡ്രസ്സിന് കുറച്ച് ലൈൻസ്, ഡാറ്റയ്ക്ക് വേറെ ലൈൻസ്, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഫ്യൂവർ ലൈൻസ് യൂസ് ചെയ്താൽ മതി. ഫ്യൂവർ ലൈൻസ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, സ്പേസും കോസ്റ്റും ഒക്കെ കുറയ്ക്കാൻ പറ്റും. ബസ്സിൻ്റെ തിക്നെസ് വിഡ്ത്ത് കുറയല്ലേ, അപ്പോൾ സ്പേസ് കുറയ്ക്കാം, അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എപ്പോഴാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ കോംപ്ലക്സ് സർക്യൂട്ടറീസ് നീഡഡ് വിതിൻ ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളും, കമ്പ്യൂട്ടർ മൊഡ്യൂളിലും കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടറി വേണം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ റിഡക്ഷൻ ഇൻ പെർഫോമൻസ്, അതായത് ഒരൊറ്റ ബസ് തന്നെയേ ഉള്ളൂ യൂസ് ചെയ്യാൻ. അഡ്രസ്സിന് ഒരു ബസ് തന്നെ, ഡാറ്റയ്ക്ക് ഒരു ബസ് തന്നെ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് റിഡക്ഷൻ ഉണ്ടാവും. മറ്റേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് കൂടും, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ലൈൻസ് കൂടും, കോസ്റ്റ് കൂടും, സ്പേസ് കൂടും, അങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇൻ കേസ് ഓഫ് ഡെഡിക്കേറ്റഡ് ട്ടോ. ഇനി നമുക്ക് ഫിസിക്കൽ ഡെഡിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് a set refers to the use of multiple buses. Multiple buses, each of which connects only a subset of modules. അപ്പോൾ ഒരു ഫിസിക്കൽ മൊഡ്യൂൾസ്, കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു മൊഡ്യൂൾസിന് വേണ്ടി മാത്രം കണക്ട് ചെയ്യുന്ന അതിനെയാണ് ഫിസിക്കൽ ഡെഡിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അതിന് കറക്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. ടിപ്പിക്കൽ എക്സാമ്പിൾ ഇസ് യൂസ് ഓഫ് എൻ IO ബസ് ടു ഇന്റർകണക്ട് ഓൾ IO മൊഡ്യൂൾസ്. IO മൊഡ്യൂൾസിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു IO ബസ് യൂസ് ചെയ്യുന്നതാണ് ഈ ഫിസിക്കൽ ഡെഡിക്കേഷനുള്ള എക്സാക്ട് എക്സാമ്പിൾ വരുന്നത്. ദിസ് ബസ് ഇസ് ദെൻ കണക്റ്റഡ് ടു ദ മെയിൻ ബസ് ത്രൂ സം ടൈപ്പ് ഓഫ് IO അഡാപ്റ്റർ മൊഡ്യൂൾ. അപ്പോൾ IO ഡിവൈസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് IO ബസ്സിലാണ്. ഇനി ഈ ബസ്സും നമ്മളുടെ മെയിൻ ബസ്സും സിസ്റ്റം ബസ്സും തമ്മിൽ ഏതെങ്കിലും ഒരു അഡാപ്റ്ററോ ഇൻ്റർഫേസോ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലല്ലേ അവർക്ക് മെമ്മറി ആയിട്ടും കമ്പ്യൂട്ടറൊക്കെ ആയിട്ടും പ്രോസസ്സറൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ത്രൂപുട്ടാണ്. ബസ് കണ്ടൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കില്ല. അതായത് മെമ്മറിയും പ്രോസസ്സറൊക്കെ ഒരു സ്ഥലത്ത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വേറെ സ്ഥലത്ത്. അങ്ങനെ വരുമ്പോൾ തന്നെ അവർ തമ്മിൽ കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഹൈ ത്രൂപുട്ട് കിട്ടും. പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജസ് ഹൈ ത്രൂപുട്ട് ബിക്കോസ് ഓഫ് ലെസ് ബസ് കണ്ടൻഷൻ. ഓക്കെ. ഡിസഡ്വാൻറ്റേജ് എപ്പോഴും എന്താ, ഇപ്പോൾ 2 സെറ്റ് ബസ്സൊക്കെ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് കൂടുതലായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ബസ് ടൈപ്പിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ബസ് ടൈപ്പ് 2 കാറ്റഗറിയാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ബസ്സും മൾട്ടിപ്ലെക്സ്ഡ് ബസ്സും. മൾട്ടിപ്ലെക്സ്ഡ് ബസ്സിൽ എല്ലാതും ഒരു ബസ് ലൈനിൽ തന്നെ, സെയിം സെറ്റ് ഓഫ് ബസ് ലൈനിൽ തന്നെ. ഡെഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാവാം, ഫങ്ഷണൽ ഡെഡിക്കേഷനും ആവാം, ഫിസിക്കൽ ഡെഡിക്കേഷനും ആവാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ. അപ്പം ആർബിട്രേഷനിൽ വരുന്നത് തന്നെയാണ്, ഇപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ബസ്സിൻ്റെ കേസിൽ ഡിസ്പ്യൂട്ട് ഇതുപോലെ തന്നെയാണ്. കുറേ ഡിവൈസിന് കൂടിയിട്ടാണ് ബസ് കണക്ട് ചെയ്യുക. അപ്പോൾ അറ്റ് എ ടൈം ഒരു ഡിവൈസിന് മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഡിവൈസിന് ചിലപ്പോൾ സെയിം ടൈം തന്നെ സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആർക്കാണ് ചാൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ ഡിസൈഡ് ചെയ്യുക. ഇൻ സം കേസസ് മോർ ദാൻ വൺ module may need control of the bus. Because only one unit at a time can successfully transmit over the bus, some method of arbitration is needed. Various methods can be roughly classified as being either centralized arbitration,
or distributed arbitration. ഓക്കെ, അപ്പം നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും ആർബിട്രേഷൻ്റെ കൺസെപ്റ്റിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് എന്താണ് അതിൻ്റെ മെത്തേഡ്സ്, ടൈപ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ തന്നെ അതിൻ്റെ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിനുള്ള കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മളുടെ സിലബസ് വൈസ് നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ 2 തരത്തിലുള്ളത്: സെൻട്രലൈസ്ഡ് ആർബിട്രേഷനും ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷനും. സെൻട്രലൈസ്ഡ് ആർബിട്രേഷൻ, ഇപ്പോൾ ആർബിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇപ്പം സെൻട്രലൈസ്ഡ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഡിസ്പ്യൂട്ടൊക്കെ സോൾവ് ചെയ്യുന്നത്. അതായത് ആർക്കൊക്കെ ചാൻസ് കൊടുക്കണം, ഏത് ഓർഡറിലാണ് ചാൻസ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചാൻസ് കൊടുക്കുന്നത് ഒരാളാണ്. അതാണ് സെൻട്രലൈസ്ഡ്. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ മൊഡ്യൂൾസിനും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവരും കൂടിയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ് ബസ് എടുക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻസിലോട്ടൊക്കെ ഒന്ന് പോവാം. ഇൻ എ സെൻട്രലൈസ് സ്കീം, എ സിംഗിൾ ഹാർഡ്വെയർ ഡിവൈസ് referred to as a bus controller or arbiter is responsible for allocating time on the bus. ഓക്കെ, ഓരോ മൊഡ്യൂളിനും ബസ്സിലേക്ക് വേണ്ട ടൈം അലോക്കേറ്റ് ഉണ്ട്. ഇത്ര സമയം, ഇപ്പോൾ കുറച്ച് സമയം ഇടവിട്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു ടൈം യൂണിറ്റിൽ ഒരാളെടുത്തു, അടുത്ത ടൈം യൂണിറ്റിൽ വേറെ ആളെടുത്തു, അങ്ങനെ എല്ലാം കറങ്ങി തിരിഞ്ഞ് വീണ്ടും അടുത്ത ആളിലേക്ക് വന്നു. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കീമും ടൈമും എല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളുണ്ട്. ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഉണ്ട്. അതിൻ്റെ പേര് നമ്മൾ ബസ് കൺട്രോളർ അല്ലെങ്കിൽ ആർബിറ്റർ എന്നൊക്കെ പറയും. ഇവരാണ് ചെയ്യുക. ഇത് സെൻട്രലൈസ്ഡ് സ്കീമിൻ്റെ കേസിലാട്ടോ. ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ചെയ്യുന്നത് എന്താവും, ദർ ഇസ് നോ സെൻട്രൽ കൺട്രോളർ. സെൻട്രൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരാളേ ഇല്ല. റാദർ ഈച്ച് മൊഡ്യൂൾ കണ്ടെയ്ൻസ് ആക്സസ് കൺട്രോൾ ലോജിക് ആൻഡ് ദ മൊഡ്യൂൾസ് ആക്ട് ടുഗെദർ ടു ഷെയർ ദ ബസ്. അപ്പോൾ ഓരോ മൊഡ്യൂളിനും ഈ സെൻട്രൽ കൺട്രോളർ ഉണ്ടാവുന്ന കൺട്രോൾ ലോജിക് ഉണ്ടല്ലോ, അത് എല്ലാ മൊഡ്യൂളിനും ഈ കൺട്രോൾ ലോജിക് ഉണ്ടാവും. എന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ ബസ് എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ള പ്രോസസ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഏത് മെത്തേഡും ആയിക്കോട്ടെ, സെൻട്രലൈസ്ഡോ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ മാസ്റ്റർ സ്ലേവ് പേർപ്പസ് ആണ്. അതായത് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾ സ്ലേവ് ആണ്, ആ ഡാറ്റാസ് കൊടുക്കുന്ന ആൾ മാസ്റ്ററും ആണ്. അപ്പം അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത്. വിത്ത് ബോത്ത് മെത്തേഡ്സ് ഓഫ് ആർബിട്രേഷൻ ദ പേർപ്പസ് ഇസ് ടു ഡെസിഗ്നേറ്റ് വൺ ഡിവൈസ്. ആ ഡിവൈസ് പ്രോസസ്സറോ ഇൻപുട്ട് ഔട്ട്പുട്ടോ ഏത് വേണമെങ്കിലും ആവാട്ടോ. ഒരു ഡിവൈസിനെ നമ്മൾ മാസ്റ്റർ ആക്കിയും വെക്കും. മാസ്റ്റർ ദെൻ ഇനീഷ്യേറ്റ് ഡാറ്റ ട്രാൻസ്ഫർ, ഓക്കെ, വിത്ത് സം അതർ ഡിവൈസ് വിച്ച് ആക്ട്സ് ആസ് എ സ്ലേവ് ഫോർ ദിസ് പെർട്ടിക്കുലർ എക്സ്ചേഞ്ച്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളാണ് മാസ്റ്റർ. ഇപ്പോൾ ചിലപ്പോൾ പ്രോസസ്സർ ആയിരിക്കാം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അപ്പോൾ പ്രോസസ്സർ മാസ്റ്റർ ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ IO ഡിവൈസ് ആണെങ്കിൽ അവരാണ് മാസ്റ്റർ. ദെൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾ, അവരെയാണ് സ്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ, അതിൽ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ, there are two methods, centralized method and the distributed method. In centralized method, it uses a single hardware known as bus controller or arbiter, and it is responsible for allocating time on buses. In distributed scheme, each module is responsible for allocating times. Okay. അടുത്തത് എന്താ, ബസ് വിഡ്ത്ത്. ഇപ്പോൾ ബസ് വിഡ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ബസ്സിൽ എത്ര നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെന്നുള്ളതാണ് ബസ് വിഡ്ത്തിൽ പറയുന്നത്. ഇറ്റ്സ് എ നമ്പർ ഓഫ് ലൈൻസ് വിച്ച് ആർ ഗ്രൂപ്പ്ഡ് ടു ഫോം എ ബസ്. ഓക്കെ, ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും, ആ രണ്ട് ബസ്സിൻ്റെ വിഡ്ത്താണ് പറയാനുള്ളത്. കൺട്രോൾ ബസ്സിന് കൺട്രോൾ സിഗ്നൽസ് മാത്രമല്ലേ, അതുകൊണ്ട് അതിൽ നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഡാറ്റാ ബസ്സിൻ്റെയും അഡ്രസ് ബസ്സിൻ്റെയും നമ്പർ ഓഫ് ലൈൻസ് നമ്മളുടെ സിസ്റ്റത്തിലെ പെർഫോമൻസിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡാറ്റാ ബസ് കൂടിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഡാറ്റാ ബസ് കൂടുന്നതിന് 64 ബിറ്റ് 128 ബിറ്റ് അങ്ങനെ ഡാറ്റാ ബസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് ബിറ്റ് ട്രാൻസ്ഫേർഡ് ഗ്രേറ്റർ ആണ്. വൈഡർ ഡാറ്റാ ബസ് ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ബിറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് വൺ ടൈം. 8 ലൈനേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് 8 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. 64 ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് 64 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വൈഡർ ഡാറ്റാ ബസ്സിൻ്റെ വിഡ്ത്ത് കൂടുന്തോറും നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ സിസ്റ്റം പെർഫോമൻസ് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അടുത്തത് അഡ്രസ് ബസ്സിൻ്റെ ബിറ്റ് കൂടിയാൽ, നമ്മൾ ഒരു തവണ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, അഡ്രസ് ബസ്സിൻ്റെ നമ്പർ കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ മെമ്മറി ലൊക്കേഷൻസ് കൂടുക എന്നാണ് അർത്ഥം. വിച്ച് മീൻസ് നമുക്ക് കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബസ് വിഡ്ത്ത് is the number of lines which are grouped to form a bus, and the width of the data bus and address bus has impact on system performance. Wider data bus, greater number of bits transferred at one time. Wider address bus,
greater range of location that can be referenced. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഡാറ്റാബേസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം കുറേ ബിറ്റ്സ്, നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അഡ്രസ് ബിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ലൊക്കേഷൻസ് നല്ല റേഞ്ചിൽ, ഗ്രേറ്റർ റേഞ്ച് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ക്യാൻ ബി റെഫറൻസ്. സോ ദിസ് ഇസ് അബൌട്ട് ബസ് വിഡ്ത്ത്. അടുത്തത് ഡാറ്റ ട്രാൻസ്ഫർ ടൈപ്പ്. ഡാറ്റ ട്രാൻസ്ഫർ ടൈപ്പിൽ ഇത്രയും ടൈപ്സ് ആണ് നമ്മൾ കണ്ടത്. റീഡ് ഉണ്ട്, റൈറ്റ് ആൻഡ് റീഡ് മോഡിഫൈ റൈറ്റ്, റീഡ് ആഫ്റ്റർ റൈറ്റ് ആൻഡ് ബ്ലോക്ക് ട്രാൻസ്ഫർ. ഇത്രയും തരത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് റീഡാണ്. റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിലുള്ള കണ്ടന്റ് ബസ്സിലേക്ക് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. അഡ്രസ്സ് എപ്പോഴും അഡ്രസ് ബസ്സിലാണ് കൊടുക്കുക. അപ്പോൾ അഡ്രസ് ബസ്സിൽ ഒരു അഡ്രസ്സ് കൊടുക്കണു. ആ അഡ്രസ്സ് റീഡ് ചെയ്ത് അതിലെ കണ്ടന്റിനെ നമ്മൾ റീഡ് ചെയ്ത് ഡാറ്റാ ബസ്സിൽ കൊണ്ടുവന്ന് വെക്കണം. ഇതാണ് റീഡ് ഓപ്പറേഷൻ നടക്കുന്നത്. ഇൻ ദിസ് ഓപ്പറേഷൻ അഡ്രസ് ഇസ് പുട്ട് ഓൺ ദ അഡ്രസ് ബസ് ആഫ്റ്റർ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, സഫീഷ്യൻറ്റ് ആക്സസ് ടൈം ഡാറ്റ ഈസ് അവൈലബിൾ ഓൺ ദ ഡാറ്റാ ബസ്. എപ്പോഴും റീഡിന് കുറച്ച് സമയം എടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ക്ലോക്ക് സൈക്കിളൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഇപ്പോൾ ഒരു 1 ക്ലോക്ക് സൈക്കിളിൻ്റെ ടൈം എടുക്കും റീഡിന്. അതായത് അഡ്രസ് ബസ്സിൽ അഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു. ഇനി ആ ഡിവൈസ് അഡ്രസ്സ് നോക്കി അഡ്രസ്സിലുള്ള കണ്ടന്റിനെ റീഡ് ചെയ്ത് അത് അവിടെ നിന്ന് ഫെച്ച് ചെയ്ത് നമ്മൾ ഡാറ്റാ ബസ്സിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇറ്റ് ടേക്സ് സം എമൗണ്ട് ഓഫ് ടൈം. അതുകൊണ്ടൊരു ആക്സസ് ടൈം ഉണ്ട് റീഡ് പ്രോസസ്സിന്. മനസ്സിലായോ? അപ്പോൾ ഇൻ ദിസ് ഓപ്പറേഷൻ അഡ്രസ്സസ് പുട്ട് ഓൺ നമ്മുടെ ആ ഒരു ഫിഗറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഒറ്റ ബസ്സിനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ആദ്യം ബസ്സിൽ വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കണ്ടോ, ഇതാണ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ടൈം. ഒരു ആക്സസ് ടൈം ഉണ്ട്. ആ ആക്സസ് ടൈം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ്സിലുള്ള കണ്ടന്റിനെ ഫെച്ച് ചെയ്തിട്ട് ഡാറ്റാ ബസ്സിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതാണ് റീഡ് ഓപ്പറേഷൻ. റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഡാറ്റാ ബസ്സിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ കണ്ടന്റ് മെമ്മറിയിൽ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം. അപ്പോൾ അത് എവിടെ റൈറ്റ് ചെയ്യണം എന്നുള്ളത് അഡ്രസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കണ്ടോ, ഇവിടെ എന്താ പറയുക, അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഫെച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ റൈറ്റ് ചെയ്യാണ്. അതായത് എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അഡ്രസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡാറ്റയിലും പറഞ്ഞിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 101 എന്ന് പറഞ്ഞൊരു അഡ്രസ്സിൽ 5 എന്നുള്ളൊരു നമ്പറാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 101 എന്നുള്ള അഡ്രസ്സും ഉണ്ടാവും, ഇവിടെ 5 എന്നുള്ള നമ്പറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ്സ് നേരെ നോക്കി അവിടെ പോയിട്ട് ഈ 5 എന്നുള്ള നമ്പർ അവിടെ കൊണ്ടുപോയിട്ട് റൈറ്റ് ചെയ്യും. സോ ഒരു ചെറിയൊരു ലാച്ചിങ് പീരീഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മളത് പറയാം കേട്ടോ എന്താണെന്നൊക്കെ. അപ്പോൾ അഡ്രസ് ഇസ് പുട്ട് ഓൺ ദ മൾട്ടിപ്ലെക്സ്ഡ് ബസ് ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലാച്ചിങ് പീരീഡ് ഡാറ്റ ഈസ് പുട്ട് ഓൺ മൾട്ടിപ്ലെക്സ്ഡ് ബസ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ആക്സസ് ടൈം നമുക്ക് ഇവിടെ കാണില്ല. ഇവിടുത്തെ ഈ ലൈനാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലാച്ചിങ് പീരീഡ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലാച്ചിങ് പീരീഡ് ഡാറ്റ ഈസ് പുട്ട് ഓൺ ദ മൾട്ടിപ്ലെക്സ്ഡ് ബസ്. അപ്പോൾ ഇതാണ് റൈറ്റിനെ പറ്റി പറയാനുള്ളത്. റീഡ് കഴിഞ്ഞു, റൈറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്, ചെറിയ വെറൈറ്റീസ് കേട്ടോ. അപ്പോൾ ഇതെന്താ, റീഡ് മോഡിഫൈ റൈറ്റ്. അപ്പോൾ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും. റീഡ്, ആദ്യം ഒരു കണ്ടന്റ് മെമ്മറിയിൽ നിന്ന് പോയിട്ട് റീഡ് ചെയ്തു, ദെൻ അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാനുണ്ടായിരുന്നു. മോഡിഫൈ ചെയ്ത് അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തു, റൈറ്റ് ചെയ്തു. അപ്പോൾ അതാണ് പ്രോസസ്സ്. വിച്ച് മീൻസ് എ റീഡ് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ എ റൈറ്റ് ടു ദ സെയിം അഡ്രസ്. ഒരു അഡ്രസ്സ് പറഞ്ഞു, ആ അഡ്രസ്സിലെ കണ്ടന്റ് റീഡ് ചെയ്തു, റീഡ് ചെയ്തിട്ട് ആ കണ്ടന്റ് തന്നെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തു, മോഡിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കിയേ. അപ്പോൾ ആദ്യം അഡ്രസ് ബസ്സിൽ അഡ്രസ്സ് കൊണ്ടുവച്ചു. അപ്പോൾ അഡ്രസ്സ് നമുക്ക് റീഡ് ചെയ്യണം അല്ലേ, അഡ്രസ്സിൽ പറയുന്ന മെമ്മറി കണ്ടന്റ് റീഡ് ചെയ്ത് ഡാറ്റാ ബസ്സിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും കുറച്ച് സമയം വേണം, ഒരു ആക്സസ് ടൈം ഉണ്ട്, അതാണ് ഈ ഡോട്ടഡ് ഇതിൽ. ദെൻ ആ ആക്സസ് ടൈം കഴിയുമ്പോൾ ഡാറ്റാ ബസ്സിൽ വന്നു അല്ലേ, ഡാറ്റ റീഡ് ചെയ്തു. ഇനി ആ റീഡ് ചെയ്ത ഡാറ്റ അപ്പോൾ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് റൈറ്റ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. സോ ഡാറ്റ റൈറ്റ്. അപ്പോൾ റീഡ് ഇസ് ഫോളോഡ് ബൈ റൈറ്റ് ടു ദ സെയിം അഡ്രസ്. അപ്പോൾ അത് റീഡ് മോഡിഫൈ റൈറ്റ്. ഇതെന്താ, റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ആഫ്റ്റർ റൈറ്റ് റീഡ് ചെയ്യുക. അപ്പോൾ ആദ്യം റൈറ്റ് ചെയ്തു, റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഡ് ചെയ്തു. റൈറ്റ് ഫോളോഡ് ബൈ റീഡ്, അതാണ് വരുന്നത്.
കൺസിസ്റ്റിംഗ് ഓഫ് എ റൈറ്റ് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ എ റീഡ് ഫ്രം ദ സെയിം അഡ്രസ്. അപ്പോൾ ഇത് എന്തിനായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ ചെക്കിങ്ങിനൊക്കെ ആയിരിക്കാം. അതായത് നമ്മളൊരു കാര്യം റൈറ്റ് ചെയ്തു, നമ്മളൊന്ന് രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്യില്ലേ, അതുപോലെ റൈറ്റ് ചെയ്തിട്ട് നമ്മളത് വീണ്ടും ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അത് എറർ ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്, പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ആഫ്റ്റർ റീഡ് എന്ന്, ഐ മീൻ റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയാം. റൈറ്റ് കഴിഞ്ഞതിന് ശേഷം റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ആദ്യത്തെ നടക്കുന്നത് റൈറ്റിംഗ് ആണല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ അഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ചു, അതുപോലെ തന്നെ ഡാറ്റയും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അത് റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്താണെന്നാണ് പറഞ്ഞത്, ഒരു ഡിലേ ഉണ്ട്, ഒരു പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആക്സസ് ടൈം ഉണ്ട്. ആ ആക്സസ് ടൈം കഴിയുമ്പോൾ നമുക്ക് ഡാറ്റ റീഡ് ആവും. അപ്പോൾ റീഡ് മോഡിഫൈ റൈറ്റ് കഴിഞ്ഞു, റീഡ് ആഫ്റ്റർ റൈറ്റ് കഴിഞ്ഞു. നമുക്ക് ആ ജസ്റ്റ് ഇത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥത്തിലുള്ള ബ്ലോക്ക് അല്ല. ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് ഡാറ്റ എന്നാണ് മീനിങ്. അതായത് വൺ അഡ്രസ് സൈക്കിൾ ഇസ് ഫോളോഡ് ബൈ എൻ ഡാറ്റ സൈക്കിൾ. അപ്പോൾ നമുക്കൊരു അറേയുടെ കാര്യമൊക്കെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അറേയുടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഇനീഷ്യൽ അറേയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അഡ്രസ്സ് ഇനീഷ്യൽ അഡ്രസ്സാണ് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ആദ്യത്തെ എലമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് അറേയിൽ ഇപ്പോൾ ഒരു 100 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 1 by 1 ആയിട്ട് 100 എലമെൻറ്റ്സിനെയും ട്രാൻസ്ഫർ ചെയ്തു. അപ്പം അങ്ങനെയാണ് ബ്ലോക്ക് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ വൺ അഡ്രസ് സൈക്കിൾ ഇസ് ഫോളോഡ് ബൈ എൻ ഡാറ്റ സൈക്കിൾസ്. ദ ഫസ്റ്റ് ഡാറ്റ ഐറ്റം ഈസ് ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം ദ സ്പെസിഫൈഡ് അഡ്രസ്. മനസ്സിലായല്ലോ, നമ്മളൊരു അഡ്രസ്സ് കൊടുത്തു, ഇപ്പോൾ 101 എന്നുള്ളൊരു അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റത്തെ ഡാറ്റ ഐറ്റം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ദ റിമൈനർ ഡാറ്റ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം സബ്സീക്വൻറ്റ് അഡ്രസ്സസ്. അത് കഴിഞ്ഞാൽ 102 എന്ന് ട്രാൻസ്ഫർ ചെയ്തു, 103 എന്ന് ട്രാൻസ്ഫർ ചെയ്തു, 104 എന്ന് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെ അറേ അവസാനിക്കുന്ന വരെ, അല്ലെങ്കിൽ അങ്ങനത്തെ കൺസെപ്റ്റാണ് ബ്ലോക്ക് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയ തുടക്കത്തിൽ ഒരൊറ്റ അഡ്രസ്സേ ഉള്ളൂ അല്ലേ. ഒരു അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തു, ആ അഡ്രസ്സിൽ നിന്ന് ആദ്യത്തെ ഡാറ്റ റൈറ്റ് ചെയ്തു, രണ്ടാമത്തെ ഡാറ്റ റൈറ്റ് ചെയ്തു, മൂന്നാമത്തെ ഡാറ്റ റൈറ്റ് ചെയ്തു, അങ്ങനെ എത്ര ഡാറ്റ വേണമെങ്കിലും റൈറ്റ് ചെയ്യാം. ഇതാണ് ബ്ലോക്ക് ഡാറ്റ ട്രാൻസ്ഫർ. ഒരു പ്രാവശ്യം മാത്രം അഡ്രസ്സ് കൊടുക്കുള്ളൂ, പിന്നെ അങ്ങോട്ട് ഡാറ്റാസ് ആണ്. സോ വൺ അഡ്രസ് സൈക്കിൾ ഇസ് ഫോളോഡ് ബൈ എൻ ഡാറ്റ സൈക്കിൾസ്. ദിസ് ഇസ് ദ ഡാറ്റ ട്രാൻസ്ഫർ ടൈപ്പ്. നമ്മൾ റീഡ് മോഡിഫൈ റൈറ്റ്, റീഡ് ആഫ്റ്റർ റൈറ്റ്, ബ്ലോക്ക്, 5 ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ് നമ്മൾ കവർ ചെയ്തു. ഇനിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ബസ് ഡിസൈനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈമിങ്. അപ്പോൾ ടൈമിങ്ങിൽ റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ഇവൻറ്റ്സ് ആർ കോർഡിനേറ്റഡ് ഓൺ ദ ബസ്. അപ്പോൾ ഒരു ബസ്സിനകത്ത് റീഡ് നടക്കും, റൈറ്റ് നടക്കുന്നുണ്ട്, കുറേ കാര്യം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ഇവൻറ്റ്സും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നുള്ളതിനെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. 2 തരം ടൈമിംഗാണ് ഉള്ളത്, സിങ്ക്രണസ് ടൈമിങ്ങും അസിങ്ക്രണസ് ടൈമിങ്ങും. അപ്പോൾ സിങ്ക്രണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല സിങ്ക്രണൈസ്ഡ് ആയിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്കീം ഉണ്ടാവും, അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം എല്ലാവരും പോകാൻ. അപ്പോൾ അതാണ് നമ്മൾ ക്ലോക്ക് എന്ന് പറയും. ഒരു കോമൺ ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും, ആ സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് വേണം അതിലുള്ള എല്ലാ ഇവൻറ്റ്സും നടക്കാൻ. അസിങ്ക്രണസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അതായത് ഇവൻറ്റ്സ് തമ്മിൽ കണക്ട് ആണ്, ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നതാണ് അസിങ്ക്രണസ് ടൈമിങ്. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ് ഓൺ ദ ബസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ എ ക്ലോക്ക്. സിങ്ക്രണസ് ടൈമിങ്ങിൽ പറയണത് ഒരു ക്ലോക്ക് സിഗ്നൽസ് ഉണ്ടായിരിക്കും. ദെൻ അസിങ്ക്രണസ് ടൈമിങ്ങിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ് ഓൺ ദ ബസ് ഫോളോസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒക്കറൻസ് ഓഫ് എ പ്രീവിയസ് ഇവൻറ്റ്. അപ്പോൾ സിങ്ക്രണസിൽ എല്ലാ ഇവൻറ്റ്സും ഒരു ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അസിങ്ക്രണസിൽ ക്ലോക്കൊന്നുമില്ല. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രീവിയസ് ഇവൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ അങ്ങനത്തെ പ്രീവിയസ് ഇവൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അത് അസിങ്ക്രണസ്. 2 തരം ടൈമിംഗ് ആണ്, ഇവൻറ്റ്സിൻ്റെ കോർഡിനേഷൻ ആണ് ടൈമിങ്ങിൽ പറയുന്നത്. 2 തരം ടൈമിംഗ് ആണ്. സിങ്ക്രണസ് ടൈമിങ്ങിൽ ഇവൻറ്റ്സ് ആർ കോർഡിനേറ്റഡ് അലോങ് വിത്ത് എ ക്ലോക്ക്. അപ്പോൾ അസിങ്ക്രണസ് ടൈമിൽ അങ്ങനെയല്ല, ഒരു ഇവൻറ്റ് അതിൻ്റെ പ്രീവിയസ് ഇവൻ്റ് ആയിട്ടാണ് കോർഡിനേറ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് സിങ്ക്രണസ് ടൈമിംഗ് എന്താന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അത് കണ്ടിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കിത് എളുപ്പമാണ് പഠിക്കാൻ. 2 പാർട്ടായിട്ട് നമുക്ക് നോക്കിയാൽ മതി, റീഡും റൈറ്റും. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണ്.
ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ് ഓൺ ദ ബസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ എ ക്ലോക്ക്. അപ്പോൾ ആദ്യം കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയാം കേട്ടോ, സിങ്ക്രണസ് ടൈമിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ഓരോ ഇവൻറ്റും എപ്പോൾ ഒക്കർ ചെയ്യണം തീരുമാനിക്കുന്നതൊക്കെ ക്ലോക്കാണ്. അപ്പോൾ ഈ ക്ലോക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബസ് ഇൻക്ലൂഡ്സ് എ ക്ലോക്ക് ലൈൻ വിച്ച് ട്രാൻസ്മിറ്റ് എ റെഗുലർ സീക്വൻസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വൺസ് ആൻഡ് സീറോസ് ഓഫ് ഈക്വൽ ഡ്യൂറേഷൻ. നമുക്ക് റീഡ് ലൈൻ ഉണ്ട്, റൈറ്റ് ലൈൻ, ഡാറ്റ ലൈൻ, അഡ്രസ് ലൈൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലോക്ക് ലൈൻ. അത് നമ്മളിപ്പോൾ കൺട്രോൾസ്, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കൺട്രോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺട്രോൾ സിഗ്നൽ പഠിച്ചപ്പോൾ അതിനകത്ത് റീഡ്, റൈറ്റ്, ബസ് ഗ്രാൻഡ്, ബസ് റിക്വസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലോക്കും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലോക്ക് സിഗ്നൽ ഉണ്ട്. ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുമ്പോൾ സീറോസ് ആൻഡ് വൺസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതാണ്, ഈക്വൽ ഡ്യൂറേഷനിൽ വരുന്നതാണ് ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ സിഗ്നൽ ക്ലോക്ക് സിഗ്നലാണ്. കണ്ടോ, അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് 0 ആണ് കാണിക്കുന്നത്. ദെൻ ഈ ഒരു അപ്പ് പോർഷനെയാണ് നമ്മൾ 1 വരിക, അഗെയിൻ 0 1 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ഡ്യൂറേഷൻ ആയിരിക്കും. ഇവിടെ എത്ര ലെങ്ത് ഉണ്ടോ ആ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ, അതായത് 1ൻ്റെ സെയിം ലെങ്ത് തന്നെയായിരിക്കും 0നും ഉണ്ടാവുക. അങ്ങനെയാണ് എല്ലാ കേസിലും ഉണ്ടാകുന്നത്. എ സിംഗിൾ 1-0 ട്രാൻസ്മിഷൻ ഇസ് കോൾഡ് എ ക്ലോക്ക് സൈക്കിൾ ഓർ എ ബസ് സൈക്കിൾ ആൻഡ് ഡിഫൈൻസ് എ ടൈം സ്ലോട്ട്. അപ്പോൾ ഒരു 1-0 എന്നുള്ള ട്രാൻസ്മിഷനെയാണ് നമ്മൾ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ഒരു 1 നോക്കിയേ, ഇതൊരു 1 ആണ് അല്ലേ, 1, ദെൻ ഇതൊരു 0. സോ കണ്ടില്ലേ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സംഭവമാണ്. ഐ മീൻ ആ ഒരു ഏരിയനെയാണ് ഒരു ക്ലോക്ക് സൈക്കിൾ, അതല്ലെങ്കിൽ ഒരു ബസ് സൈക്കിൾ, അതും അല്ലെങ്കിൽ ടൈം സ്ലോട്ട് എന്നെല്ലാം പറയാം. അപ്പം ഞാനിവിടെ T1 മാർക്ക് ചെയ്ത് കണ്ടിട്ടില്ലേ, ഫസ്റ്റ് ടൈം സ്ലോട്ട്. പിന്നെ അടുത്ത ടൈം സ്ലോട്ട് കണ്ടോ, ഈ ഒരു അപ്പിന്ന് ഇതൊരു 1 കഴിഞ്ഞു, ദെൻ ഒരു 0 കഴിഞ്ഞു, അടുത്ത ടൈം സ്ലോട്ട്. തേർഡ് ടൈം സ്ലോട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. അപ്പോൾ ഒരു 1-0-0-1 അങ്ങനെ പെടുന്നത് തന്നെയാണ് ഒരു ടൈം സ്ലോട്ട് വരിക. All devices on the bus can read clock line and all events start at the beginning of a clock cycle. Okay, അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ അകത്തുള്ള എല്ലാ ഡിവൈസിനും ക്ലോക്ക് സിഗ്നൽ റീഡ് ചെയ്യാനും പറ്റും. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവരുമാണ്. അതുപോലെ ബസ് സിഗ്നൽസ് മേ ചേഞ്ച് അറ്റ് ദ ലീഡിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ബസ് സിഗ്നൽസ് ചേഞ്ച് ആവുന്നത് ബസ് സിഗ്നൽസ് ഇത് കണ്ടോ, ഇതാണ് ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞല്ലോ. ഒരു 0-യും 1-ഉം ആണ് ഉള്ളത്. അപ്പം ഈ 1ൻ്റെ തന്നെ ഈ ഇങ്ങനെ വരുന്ന എഡ്ജ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ലീഡിങ് എഡ്ജ് എന്ന് പറയാം. ഇത് പിന്നെ അത് സ്റ്റേബിളായി കുറച്ച് സമയം അത് 1 ആണ്. ദെൻ താഴേക്ക് വരില്ലേ, 0-ലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഫോളിങ് എഡ്ജ് എന്നാണ് പറയാം. ഓക്കെ, ലീഡിങ് എഡ്ജ്, സ്റ്റേബിൾ എഡ്ജ്, ഫോളിങ് എഡ്ജ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബസ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിളിൻ്റെ ക്ലോക്ക് സിഗ്നലിൻ്റെ ഇത് വരുന്നത്, പോർഷൻസ് വരുന്നത്, ലീഡിങ് എഡ്ജും സ്റ്റേബിൾ എഡ്ജും ഫോളിങ് എഡ്ജും. അപ്പോൾ നമുക്ക് ഈ ഓരോ സിഗ്നൽസും അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത് ഈ ലീഡിങ് എഡ്ജിൽ വെച്ചിട്ടാണ്, ഓരോ ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജിൽ വെച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലീഡിങ് എഡ്ജിൽ വെച്ചിട്ട് ഇതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അതുപോലെ അടുത്ത ലീഡിങ് എഡ്ജ് എവിടെയാണ് വരുന്നത്, ഇവിടെ ഈ ലീഡിങ് എഡ്ജിൽ വെച്ചിട്ട് ഇതാ ഈ ഒരു അഡ്രസ് എനേബിൾ എന്ന് പറഞ്ഞ ലൈൻ ചേഞ്ച് ആയിട്ടുണ്ട്, റീഡ് എന്ന് പറഞ്ഞ ലൈൻ ചേഞ്ച് ആയിട്ടുണ്ട്, ഡാറ്റ ലൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ അടുത്ത ലീഡിങ് എഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വാലിഡ് ഡാറ്റ ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട്, റൈറ്റും കുറച്ച് ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ്, അതായത് ലീഡിങ് എഡ്ജിലാണ് നമ്മളുടെ ഓരോ സിഗ്നൽസും അവരുടെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത്. അതുപോലെ മിക്കവാറും ക്ലോക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ജനറൽ കാര്യങ്ങളാണ് അബൌട്ട് സിങ്ക്രണസ് ടൈമിംഗ്. ജനറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക്രണസ് ടൈമിങ്ങിൽ എല്ലാ ഇവൻറ്റ്സും ബേസ്ഡ് ഓൺ എ ക്ലോക്ക് ആയിരിക്കും. അപ്പോൾ ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ദെൻ അത് സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഓഫ് ഈക്വൽ ഡ്യൂറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഒരു 0-1 പെയറിനെയാണ് ക്ലോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ബസ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിനും ക്ലോക്ക് ടൈം റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർ ക്ലോക്കിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയാണ് അവർ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇവൻറ്റ്സിന് വല്ല ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ഈ ഒരു ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ റീഡ് ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റീഡ് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആദ്യം റീഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്, ഒരു അഡ്രസ്സ് കൊടുക്കണം.
ആ അഡ്രസ്സിൽ അഡ്രസ്സ് എവിടെ കൊടുക്കുക? അഡ്രസ് ലൈനിൽ, അഡ്രസ് ബസ്സിൽ. ആ അഡ്രസ്സിലുള്ള പോർഷൻ നമ്മൾ പോയിട്ട് റീഡ് ചെയ്ത്, ഇപ്പോൾ എപ്പോഴും റീഡിന് കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഫെച്ച് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഒരു ടൈം ഡിലേ ഉണ്ട്. അപ്പോൾ അത് ഫെച്ച് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യുക? ഡാറ്റാ ബസ്സിനകത്താണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നോക്കാം. ദ പ്രോസസ്സർ പ്ലേസസ് എ മെമ്മറി അഡ്രസ് ഓൺ ദ അഡ്രസ് ലൈൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ T1 ആൻഡ് മേ അസേർട്ട് വാരിയസ് സ്റ്റാറ്റസ് ലൈൻ. അപ്പം അഡ്രസ് ബസ് എവിടെയാ? ഇതാണ് അഡ്രസ് ലൈൻ. ഓക്കെ, അഡ്രസ് ലൈനിൽ T1 എത്തുമ്പോൾ തന്നെ ഉണ്ട് ആദ്യത്തെ ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ അഡ്രസ് ബസ്സിൽ അഡ്രസ് ലൈനിൽ ഏതിനെയാണോ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷെ അഡ്രസ്സ് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക്, അതായത് ഒരു ലാച്ചിങ് പീരീഡ് ഉണ്ട്. അഡ്രസ് ലൈനുമേ നമ്മളൊരു അഡ്രസ്സ് കൊണ്ടുവച്ചു, കുറച്ച് സമയം അതിനൊന്ന് സ്റ്റേബിൾ ആവാനുള്ള സമയം വേണം. ആ ടൈമാണ് ഞാൻ ഇവിടെ ഈ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടോ, T1 നമ്മൾ അഡ്രസ്സ് കൊണ്ട് വെക്കും, പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ആ ലാച്ചിങ് പീരീഡ് ആണ്. അത് കഴിഞ്ഞാൽ അഡ്രസ്സ് ഇവിടെ വെറുതെ അഡ്രസ്സ് എന്നല്ല ഞാൻ എഴുതിയിട്ടുള്ളത്, പകരം സ്റ്റേബിൾ അഡ്രസ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. വിച്ച് മീൻസ് ആഫ്റ്റർ എ സ്മോൾ എമൗണ്ട് ഓഫ് ടൈം ദ അഡ്രസ് ബിക്കംസ് സ്റ്റേബിൾ ഓൺ ദ അഡ്രസ് ലൈൻ. അപ്പോൾ സ്റ്റേബിൾ അഡ്രസ്സായി. ഇനി അഡ്രസ് ഇത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ അഡ്രസ് ഉണ്ട് എന്ന് അറിയിക്കലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അഡ്രസ് എനേബിൾ, അക്നോളജ്മെന്റ് പറഞ്ഞ പോലെ അഡ്രസ് എനേബിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ അറിയാം. നോക്കിയേ, സ്റ്റേബിൾ അഡ്രസ്സ് ആയതിന് ശേഷമാണ് ഈ അഡ്രസ് എനേബിൾ സിഗ്നൽ ഓൺ ആയത്. ഇവിടം വരെ അത് ഓഫായിരുന്നു. അഡ്രസ് ലൈനിൽ കൊണ്ട് അഡ്രസ്സ് വെച്ചു, then ഇത്തിരി കഴിഞ്ഞപ്പോൾ അത് സ്റ്റേബിൾ ആയി. അപ്പോൾ അതിനുശേഷം അഡ്രസ് എനേബിൾ നമ്മൾ ഓൺ ആക്കി. അപ്പോൾ വൺസ് ദ അഡ്രസ് ലൈൻസ് ഹാവ് സ്റ്റേബിലൈസ്ഡ് ദ പ്രോസസർ ഇഷ്യൂസ് ആൻഡ് അഡ്രസ് എനേബിൾ സിഗ്നൽ. അപ്പോൾ അത് T1 തന്നെയാണ് കേട്ടോ. അഡ്രസ് എനേബിൾ സിഗ്നൽ കൊടുത്തു. അപ്പോൾ അഡ്രസ് എനേബിൾ ആയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ, നമുക്ക് റീഡ് ചെയ്യാൻ വേണം. സോ റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ പ്രോസസർ ഇഷ്യൂസ് എ റീഡ് കമാൻഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ സെക്കൻഡ് സൈക്കിൾ. അപ്പോൾ ഇവിടെയാണ് സ്റ്റേബിൾ ആയി, ദെൻ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ അഡ്രസ്സ് എനേബിൾ ആണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് സൈക്കിളിൻ്റെ എല്ലാ ലീഡിങ് എഡ്ജിലാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് സൈക്കിൾ, അതിൻ്റെ ലീഡിങ് എഡ്ജ് ആണ് വരുന്നത്. അവിടെ നമുക്ക് കണ്ട റീഡ് ഓപ്പറേഷൻ എനേബിൾ ആക്കി. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? അഡ്രസ് ബസ്സിൽ സ്റ്റേബിൾ അഡ്രസ്സായി, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അഡ്രസ് എനേബിൾ ഓൺ ആക്കി, ദെൻ റീഡ് ലൈൻ എനേബിൾ ചെയ്തു. സോ ഇനി അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും? അപ്പോൾ നോക്കുമ്പോൾ അഡ്രസ് ബസ്സിൽ അഡ്രസ്സും ഉണ്ട്, അഡ്രസ് എനേബിൾ ആണെന്ന് അറിയിച്ചിട്ടുമുണ്ട്, ആൻഡ് റീഡ് സിഗ്നൽ ഇസ് ഓൺ. സോ വിച്ച് മീൻസ് എന്താ, പ്രോസസ്സർ ആ പെർട്ടിക്കുലർ അഡ്രസ്സിൽ പോയി ആ അഡ്രസ്സിനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഡാറ്റാ ബസ്സിൽ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി മൊഡ്യൂൾ റെക്കഗ്നൈസസ് ദ അഡ്രസ് ആൻഡ് ആഫ്റ്റർ മെമ്മറി മൊഡ്യൂൾ അത് അഡ്രസ്സ് റെക്കഗ്നൈസ് ചെയ്തു. ആഫ്റ്റർ എ ഡിലേ ഓഫ് 1 സൈക്കിൾ, നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രോസസ്സിങ് ടൈം, ആക്സസ് ടൈം ഉണ്ടാവുന്നത് അതൊരു 1 ക്ലോക്ക് സൈക്കിളിൻ്റെ അത്രയും ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എവിടെയാണ് വരുന്നത് കണ്ടോ? റീഡ് സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്തത് ഇവിടെയാണ്. റീഡ് സിഗ്നൽ ഇവിടെ ആക്ടിവേറ്റ് ആയി. സെയിം സമയത്ത് ഇവിടെ അഡ്രസ്സൊക്കെ ഉണ്ട്, അഡ്രസ് എനേബിൾ സിഗ്നൽ ഉണ്ട്. അപ്പോൾ അഡ്രസ് എനേബിൾ സിഗ്നൽ ഓൺ ആയിരിക്കുന്ന സമയം ഇത്രയാണല്ലേ. അഡ്രസ് എനേബിൾ സിഗ്നൽ ഇവിടം വരെ ഓൺ ആണ്, പിന്നെ അത് ഓഫാക്കി. ഇപ്പോൾ ഇതിൻ്റെ ഓഫ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ റീഡ് സിഗ്നൽ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. വിച്ച് മീൻസ് അഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടി, നമ്മൾ റീഡിങ് തുടങ്ങി ഇവിടം വരെ പ്രോസസ്സിംഗ് ആണ്, ആക്സസ് ടൈം ആണ് കേട്ടോ. അപ്പോൾ T2 കഴിഞ്ഞ് T3 തുടങ്ങാറാവുമ്പോൾ okay, the second cycle, okay, for read operation the processor issues a read command at the start of the second cycle. കണ്ടോ, T2 തുടങ്ങിയപ്പോൾ റീഡ് തുടങ്ങി. മെമ്മറി മൊഡ്യൂൾ റെക്കഗ്നൈസസ് ദ അഡ്രസ് ആൻഡ് ആഫ്റ്റർ എ ഡിലേ ഓഫ് 1 സൈക്കിൾ പ്ലേസസ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ലൈൻ. T3 കണ്ടില്ലേ? അപ്പം ഇത്രയും സമയം നമുക്ക് റീഡ് ചെയ്യാൻ വേണം. ദെൻ ആ T3 തുടങ്ങുന്ന സമയത്ത് ഡാറ്റ ലൈനിൽ വാലിഡ് ഡാറ്റ കൊണ്ടുവന്ന് വെച്ചു. അപ്പം റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി അല്ലേ. റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ ആദ്യം അഡ്രസ്സ് വെച്ചു, അഡ്രസ്സ് എനേബിൾ ആക്കി, സെയിം ടൈം നമ്മൾ എന്ത് ചെയ്തു? റീഡ് സിഗ്നൽ കൊടുത്തു. റീഡ് സിഗ്നൽ കിട്ടുമ്പോൾ അത് റീഡ് ചെയ്യും, പക്ഷെ ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ ടൈം വേണം. ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ ആക്സസ് ടൈം കഴിയുമ്പോൾ അഡ്രസ്സ് അല്ല പറയുന്ന കണ്ടന്റ് ഡാറ്റ ലൈനിനെ കൊണ്ടുവന്ന് ഇരിക്കുന്നുണ്ടാവും. ഇനി റൈറ്റ് ഓപ്പറേഷന് എന്ത് ചെയ്യണ്ടേ? റൈറ്റ് ഓപ്പറേഷൻ നമുക്ക്
എന്താ റൈറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, രണ്ട് കാര്യം പറയാനുള്ളത്. അപ്പോൾ ആദ്യം പുട്സ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ലൈൻ. എന്താ റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡാറ്റ ലൈനിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ റീഡ് സൈക്കിൾ ആയിരുന്നു, ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞത് റീഡ് സൈക്കിൾ ആയിരുന്നു. ഇനി ഇതാണ് റൈറ്റ് സൈക്കിൾ. അപ്പോൾ എന്താ എഴുതേണ്ടതെന്നുള്ളത് ഡാറ്റ സൈക്കിൾ ഇതിൽ പറയുന്നു, ഡാറ്റാ ബേസിനകത്ത് എഴുതുന്നു. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ സെക്കൻഡ് സൈക്കിൾ T2 ആൻഡ് ഇഷ്യൂസ് എ റൈറ്റ് കമാൻഡ് ആഫ്റ്റർ ദ ഡാറ്റ ലൈൻ ഹാവ് സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്താ ചെയ്യണം, നേരത്തെ പോലെ തന്നെ അഡ്രസ് ലൈനിൽ അഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ചു, അത് T1ലാണ് വെക്കുക. അഡ്രസ്സ് ഒന്ന് സ്റ്റേബിൾ ആവണം. അഡ്രസ്സ് സ്റ്റേബിൾ ആവുമ്പോൾ അഡ്രസ്സ് എനേബിൾ ഓൺ ആക്കും. സ്റ്റാറ്റസ് ലൈനിൽ സ്റ്റാറ്റസ് ബിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് വെക്കുന്നുണ്ട്. അഡ്രസ്സ് എനേബിൾ ഓൺ ആയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ്, അതായത് T2 നമ്മുടെ റൈറ്റ് ഡാറ്റ സൈക്കിളും റീഡ് ഡാറ്റ സൈക്കിളും ഒക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ T2 റൈറ്റ് കണ്ടോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. റൈറ്റ് സിഗ്നൽ കുറച്ച് സ്റ്റേബിൾ ആയതിനു ശേഷം റൈറ്റ് സിഗ്നൽ ഓൺ ആക്കി. ഈ റൈറ്റ് സിഗ്നലിൻ്റെ ഈ സമയത്ത് നമ്മൾ റൈറ്റ് ചെയ്യും. റൈറ്റ് ചെയ്യുന്നത് എവിടേക്കായിരുന്നു, ദ ഡാറ്റ കണ്ടില്ലേ, വാലിഡ് ഡാറ്റ ഔട്ട്. ഇവിടെ പറയുന്ന ഡാറ്റ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എ റൈറ്റ് ഓപ്പറേഷൻ ദ പ്രോസസ്സർ പുട്സ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ലൈൻ. അപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ തുടങ്ങണമെങ്കിൽ ആദ്യം എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് സ്റ്റേബിൾ അഡ്രസ് ലൈനിൽ കൊടുത്തു. അഡ്രസ്സ് എനേബിൾ ഓൺ ആക്കി, അതൊക്കെ ചെയ്തു. ഇനി എന്താണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡാറ്റാ ബേസിൽ കൊടുക്കണം. എന്താണ് കണ്ടന്റ് എന്ന്, അതെപ്പോഴും നമ്മൾ T2ലാണ് ആ കണ്ടന്റ് കൊടുക്കുന്നത്. T2 ക്ലോക്ക് സൈക്കിൾ തുടങ്ങുമ്പോൾ കണ്ടില്ലേ, വാലിഡ് ഡാറ്റ കൊടുത്തു. അതിന് ശേഷം റൈറ്റ് സിഗ്നൽ എനേബിൾ ചെയ്തു. അതായത് ഡാറ്റ ലൈൻസ് സ്റ്റെബിലൈസ് ആയതിനു ശേഷം ഡാറ്റ ഇവിടെ തൊട്ട് T2ൻ്റെ തുടക്കത്തിലാണ് ഡാറ്റ കൊടുക്കേണ്ടത്, കാണാനില്ലേ, ഇവിടെ തൊട്ട് ഡാറ്റ ഓൺ ആണ്. പക്ഷെ ഡാറ്റാബേസിൽ വെച്ചു എന്ന് വെച്ചാലും നമ്മളൊരു കുറച്ച് സമയം, നമ്മൾ ആ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സമയം, ലാച്ചിങ് പീരീഡ് എന്ന് പറയുമല്ലോ, കണ്ടില്ലേ, ഇത്രയും ടൈം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ടൈം കഴിഞ്ഞതിന് ശേഷമാണ് റൈറ്റ് എനേബിൾ ആക്കിയത്. റൈറ്റ് എനേബിൾ ആയിരിക്കുന്ന സമയത്ത് ഇത്രയും സമയം കൊണ്ട് നമുക്ക് ആ പറഞ്ഞ മെമ്മറിയിലേക്ക് ഈ ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെമ്മറി മൊഡ്യൂൾ കോപ്പീസ് ദ ഇൻഫർമേഷൻ ഫ്രം ദ ഡാറ്റ ലൈൻ ഡ്യൂറിങ് ദ തേർഡ് ക്ലോക്ക് സൈക്കിൾ. അപ്പം T3ലാണ് ഈ ഒരു സമയത്ത് മെമ്മറി മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തോളും. ഡാറ്റ ലൈനിലുള്ള കണ്ടന്റിനെ മെമ്മറിയിലോട്ട് കോപ്പി ചെയ്തോളും. അങ്ങനെ കോപ്പിയും കഴിയുമ്പോൾ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഇവർ ആ സിഗ്നലിനെ ഈ ഡാറ്റയിൽ ഉണ്ടായിരുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ, ഡാറ്റാബേസിൽ ഉണ്ടായിരുന്ന ഡാറ്റ അവർ റിമൂവ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ റൈറ്റ് സിഗ്നൽ ഓഫ് ആയത് കണ്ടില്ലേ, റൈറ്റിൻ്റെ സിഗ്നലും ഓഫ് ചെയ്യും, ഡിസേബിൾ ചെയ്യും. അപ്പോൾ ഇത്രയാണ് സിങ്ക്രണസ് ടൈമിങ്ങിലും പറയാനുള്ളത്. അപ്പോൾ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവൻസിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. സിങ്ക്രണസും അസിങ്ക്രണസും, സിങ്ക്രണസിൽ എല്ലാ ഇവൻസും ഒരു മെയിൻ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. റീഡാ റൈറ്റാ എല്ലാതും ഒരു ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുന്നത്. ആ ക്ലോക്ക് എന്ന് പറയുന്നത് 0സും 1സും ഈക്വൽ ഇൻ്റർവെല്ലിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് ക്ലോക്ക് സിഗ്നൽ. ആൻഡ് ഒരു 0 ഒരു 1 അതിനെയാണ് ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയാം. മിക്കവാറും ഓപ്പറേഷൻസ് ഒക്കെ ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ ലെങ്ത് ഉള്ള ഓപ്പറേഷൻസ് ആയിരിക്കും എല്ലാതും. അതുപോലെ എല്ലാ ഇവൻസും ഓൾമോസ്റ്റ് ഇവൻസ് എല്ലാം ഒരു ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവൻസ് തുടങ്ങാൻ നോക്കുക. അതുപോലെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത് ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിൽ, ഇങ്ങനത്തെ റൈസിങ് എഡ്ജിലാണ് സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ റീഡും റൈറ്റും ഓപ്പറേഷൻസ് പറഞ്ഞു നമ്മൾ. അപ്പോൾ ആദ്യം അഡ്രസ് ലൈനിൽ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ അഡ്രസ് ലൈനിൽ അഡ്രസ്സ് കൊണ്ടുവയ്ക്കുന്നു, അഡ്രസ്സ് എനേബിൾ ആക്കുന്നു. അത് കഴിഞ്ഞ് റീഡോ റൈറ്റോ രണ്ടായാലും സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിലാണ് തുടങ്ങുക. റീഡ് ആണെച്ചാൽ റീഡ് സിഗ്നൽ എനേബിൾ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ഡാറ്റ ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ സമയം എടുക്കും. എന്നിട്ടാണ് ഡാറ്റ ഫെച്ച് ചെയ്ത് വാലിഡ് ഡാറ്റ ലൈനിൽ കൊണ്ടുവയ്ക്കുക. റൈറ്റ് ആണെന്ന് കഴിഞ്ഞാൽ അത്ര സമയമില്ല. റൈറ്റ് സിഗ്നൽ ഓൺ ആക്കുന്നു, അതായത് ഡാറ്റാ ബസ്സിൽ ഡാറ്റ കൊണ്ടുവന്നേക്കുന്നു. ഇത്തിരി കഴിയുമ്പോൾ റൈറ്റ് സിഗ്നൽ ഓൺ ആക്കുന്നു, കുറച്ച് ലാച്ചിങ് പീരീഡ് മാത്രം. അപ്പോഴേക്കും ഡാറ്റ നമ്മൾ കോപ്പി ചെയ്ത് മെമ്മറിയിൽ റൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസേബിൾ ചെയ്യുന്നു. സോ ഇത്രയാണ് സിങ്ക്രണസ് ടൈമിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത കാറ്റഗറി എന്താ, അസിങ്ക്രണസ് ടൈമിങ്. അസിങ്ക്രണസ് ടൈമിങ്ങിൽ ഒരു കോമൺ ആയിട്ടുള്ള ക്ലോക്കൊന്നും അല്ല. ഒരു ഇവൻറ്റ് നടക്കുക വേറൊരു ഇവൻറ്റിനെ, മുന്നത്തെ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്.
The occurrence of one event on a bus follows and depends on the occurrence of previous event. Okay. അപ്പോൾ ഇതിലും നമുക്ക് റീഡും റൈറ്റും പറയാനുണ്ട് കേട്ടോ അസിൻക്രണസ് ടൈമിങ്ങിലും. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് റീഡാണ്. റീഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഡ്രസ് ലൈനിൽ അഡ്രസ്സ് കൊണ്ടുവച്ചു, സ്റ്റേബിൾ അഡ്രസ്സായി. സ്റ്റാറ്റസ് ലൈനിൽ സ്റ്റാറ്റസും കൊണ്ടുവച്ചു, സ്റ്റാറ്റസ് സിഗ്നലും കൊണ്ടുവച്ചു. ദെൻ ഇത് അസിൻക്രണസിൽ നമ്മൾ നെഗറ്റീവ് ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ റീഡ് എന്നുള്ളത് റീഡ് ബാറായിട്ടുള്ളത്. നെഗറ്റീവ് ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കാണുക എങ്ങനെയാണ്, 1 എന്ന് വെച്ചാൽ ഓണും 0 എന്ന് വെച്ചാൽ ഓഫും ആണ് അല്ലേ. 1 ഓണും 0 ഓഫും ആണ്. അത് പോസിറ്റീവ് ലോജിക്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ലോജിക്കിലാണ്. ഇപ്പം നെഗറ്റീവ് ലോജിക് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. അതായത് 1 എന്ന് പറയുന്നത് ഓഫും 0 എന്ന് പറയുന്നത് ഓണുമാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് അസിൻക്രണസ് ടൈമിങ്ങിൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ദ പ്രോസസ്സർ പ്ലേസസ് അഡ്രസ് ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ ഓൺ ദ ബസ്. അപ്പോൾ ആദ്യത്തെ പണി കഴിഞ്ഞു. ദെൻ ആഫ്റ്റർ സിഗ്നൽസ് ഹാവ് സ്റ്റെബിലൈസ്ഡ് ദ പ്രോസസ്സർ ഇഷ്യൂസ് എ റീഡ് കമാൻഡ്. അപ്പോൾ ഒരു കുറച്ച് ടൈം, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, അപ്പോൾ ഒരു കുറച്ച് സമയം അത് സ്റ്റെബിലൈസ് ചെയ്യാൻ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ പ്രോസസ്സർ ഒരു റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്യാണ്. റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് വാലിഡ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ. Okay, after the signals have stabilized, the processor issues a read command indicating the presence of valid address and control signals. അതായത് നമ്മളുടെ ഇവിടെ അഡ്രസ്സ് റെഡിയാണ്, സ്റ്റാറ്റസ് കൺട്രോൾ സിഗ്നൽസ് എല്ലാം റെഡിയാണ്. ഓടി വന്നിട്ട് അത് റീഡ് ചെയ്തോളാൻ പറയാണ് കേട്ടോ. അപ്പോൾ ആ റീഡ് ചെയ്തോളാൻ പറയണ ഈ എനേബിൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നേരത്തെ നമുക്ക് ഇതായിരുന്നു ഓൺ, ഇത് ഓഫ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനേബിൾ ചെയ്യുക എന്നുള്ളത് 0 പോർഷനിലാണ് എനേബിളിങ് വരുന്നത്. 1 പോർഷൻ എന്ന് വെച്ചാൽ ഓഫാണ് മീനിങ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം ഞാൻ കാണിച്ചു തരാം, ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇത്രയും പോർഷനാണ്, ഇവിടെയും തൊട്ടിട്ട് ഇവിടെയും വരെയുള്ള ഈ ഒരു പോർഷനാണ് നമുക്ക് ഓൺ എന്നുള്ള ഭാഗം വരുന്നത്. ഓൺ കേട്ടോ, ഇതാണ് ഓൺ എന്നുള്ള സെക്ഷൻ വരുന്നത്. ഇത് ഓഫും ആണ് കേട്ടോ. അപ്പോൾ റീഡ് സിഗ്നൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ദ അപ്രോപ്രിയേറ്റ് മെമ്മറി ഡീകോഡ്സ് ദ അഡ്രസ് ആൻഡ് റെസ്പോൺസ് ബൈ പ്ലേസിംഗ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ലൈൻ. അപ്പോൾ ഈ പറഞ്ഞ അഡ്രസ്സ് ഡീകോഡ് ചെയ്ത് അവിടെ നിന്ന് ഡാറ്റ ഒക്കെ ഫെച്ച് ചെയ്ത് ഡാറ്റ ലൈനിൽ വാലിഡ് ഡാറ്റ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ റീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിലുള്ള കണ്ടന്റ് എടുത്ത് ബസ്സിലേക്ക് കൊണ്ടുവരാന്നല്ലേ അർത്ഥം. അപ്പോൾ ഏത് കണ്ടന്റിനെ കൊണ്ടുവരേന്ന് അഡ്രസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് റീഡ് ഓൺ ആക്കിയപ്പോൾ അവരത് റീഡ് ചെയ്ത് ഡാറ്റയിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അറിയാൻ കൊണ്ടുവന്ന് വെച്ചു എന്ന്. അപ്പം അതിനാണ് അക്നോളജ്മെന്റ് സിഗ്നൽ ഉള്ളത്. അക്നോളജ്മെന്റ് സിഗ്നൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് വെക്കുമല്ലോ, വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കിട്ടി, കണ്ടോ, നമ്മൾ വാലിഡ് ഡാറ്റ കിട്ടിയ വഴിക്ക് ഇതെല്ലാം നെഗറ്റീവ് ലോജിക്കാണ്. സോ അക്നോളജ്മെന്റ് ഓൺ ആക്കി. അപ്പോൾ ഡാറ്റ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. Once data line has stabilized, the memory module asserts the acknowledge line to the signal the processor that the data is available. Data available ആണെന്ന് പ്രോസസ്സറിന് സിഗ്നൽ ചെയ്തു. Once the master has read the data from the data lines, it deasserts the read signal. ഓക്കെ. അപ്പം ഡാറ്റ നമുക്ക് കിട്ടിയല്ലേ, ഡാറ്റ റീഡ് ചെയ്ത് ഡാറ്റ ലൈനിൽ ഡാറ്റ കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ റീഡ് സിഗ്നൽ കണ്ടില്ലേ, ഡാറ്റ കിട്ടിക്കഴിയുമ്പോൾ റീഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ മെമ്മറി മൊഡ്യൂള് ഈ വാലിഡ് ഡാറ്റ ഡ്രോപ്പ് ആയത് കണ്ടില്ലേ, വാലിഡ് ഡാറ്റയും തിരിച്ചെടുക്കും. അതുപോലെ അക്നോളജ്മെന്റ് ലൈനും ഓഫ് ആക്കും. അസിൻക്രണസ് ടൈമിങ്ങിലെ റീഡ് സിഗ്നൽ ഒന്നും കൂടി ഒന്ന് സമറൈസ് ചെയ്ത് പറയാം. ആദ്യം തന്നെ സ്റ്റേബിൾ അഡ്രസ് ലൈനും വെച്ചു, സ്റ്റാറ്റസ് സിഗ്നലും വെച്ചു. അവരൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റീഡ് സിഗ്നൽ ഓൺ ആക്കി കഴിഞ്ഞാൽ അവർ മെമ്മറിയിൽ നിന്ന് അത് ഫെച്ച് ചെയ്തിട്ട് ഡാറ്റ ബസ്സിൽ കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു അക്നോളജ്മെന്റ് കൊടുത്തു, ഡാറ്റ കിട്ടിയെന്ന്. അപ്പോൾ അതറിയുമ്പോൾ റീഡ് സിഗ്നൽ എന്ത് ചെയ്യും, ഇത് ഡാറ്റ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, സോ നമ്മൾ റീഡ് സിഗ്നൽ ഓഫ് ചെയ്യും. റീഡ് സിഗ്നൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അയച്ച ആൾക്കാർ മെമ്മറി പോർഷൻ എന്ത് ചെയ്യണം, ഡാറ്റേനെ ഡിസേബിൾ ചെയ്യണം. അതുപോലെ തന്നെ അക്നോളജ്മെന്റിനെയും ഡിസേബിൾ ചെയ്തു. അപ്പോൾ ഇത്രയാണ് അസിൻക്രണസ് ടൈമിങ്ങിൽ റീഡ് വരുന്നത്, സിസ്റ്റം ബസ് റീഡ്. അപ്പോൾ അടുത്തത് എന്താ, ഓഫ് കോഴ്സ് ഇത് സിസ്റ്റം ബസ് റൈറ്റ് ആണ് കേട്ടോ. സിസ്റ്റം ബസ് റൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ പ്ലേസസ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ലൈൻ at the same time that it puts signals on the status and address line.
നേരത്തെ പോലെ ഡിലേ ഒന്നുമില്ല. ഇവർ ആദ്യം തന്നെ സ്റ്റാറ്റസ് കൊണ്ടുവച്ചു, സിഗ്നൽസ് റെഡിയാക്കി, അഡ്രസ് സിഗ്നൽസ്, റൈറ്റിംഗ് അല്ലേ, എവിടെയാണ് എഴുതേണ്ടതെന്നുള്ള അഡ്രസ് സിഗ്നൽസ് കൊണ്ടുവച്ചു, എന്താണ് എഴുതേണ്ടതെന്നുള്ള ഡാറ്റ കൊണ്ടുവന്ന് വെച്ചു, അതുപോലെ സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതും കൊടുത്തു. ഇനി ഇതെല്ലാം സ്റ്റേബിൾ ആവാൻ ഒരു കുറച്ച് ടൈം എടുത്തു, അത്രയാണ് ടൈം. അത് കഴിഞ്ഞാൽ റൈറ്റ്സ് കമാൻഡ് അങ്ങ് ഓൺ ആക്കി. അപ്പോൾ ഇത്രയും പോർഷനാണ് റൈറ്റ് കമാൻഡ്. ഈ പോർഷൻ്റെ ഉള്ളിൽ നമ്മൾ റൈറ്റിംഗ് നടത്തിയിരിക്കണം. അപ്പോൾ the memory module responds to the write command by copying the data from the data line and then asserting the acknowledge line. അപ്പോൾ റൈറ്റ് കമാൻഡ് ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഇതിനേതാണ്ട് ഇതോടുകൂടി നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അക്നോളജ്മെൻറ്റ് സിഗ്നൽ ഇതെവിടെ ഓണാക്കി. ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അക്നോളജ്മെൻറ്റ് സിഗ്നൽ ഓണാക്കി. അപ്പോൾ ഡാറ്റ റൈറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും, മാസ്റ്റർ ഡാറ്റ കൊടുത്ത ആൾ റൈറ്റ് സിഗ്നൽ ഡ്രോപ്പ് ചെയ്തു. റൈറ്റ് സിഗ്നൽ കണ്ട നെഗറ്റീവ് ആയില്ലേ, റൈറ്റ് സിഗ്നൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ മെമ്മറി മൊഡ്യൂള് ഈ ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നലും ഡ്രോപ്പ് ചെയ്തു. ഇത്രയാണ് റൈറ്റിൽ വരുന്നത്. റൈറ്റിൽ സ്റ്റാറ്റസ് ഇട്ട്, അതായത് സ്റ്റേബിൾ അഡ്രസ്സ് വെച്ചു, സ്റ്റാറ്റസ് വെച്ചു, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഡാറ്റയും വെച്ചു. അത് കഴിഞ്ഞൊന്ന് സ്റ്റേബിൾ ആകുമ്പോൾ റൈറ്റ് സിഗ്നൽ ഓൺ ആക്കി. റൈറ്റ് സിഗ്നൽ ഓൺ ആക്കുമ്പോൾ മെമ്മറി മൊഡ്യൂള് അത് ഡാറ്റയെല്ലാം കോപ്പി ചെയ്ത്, ഡാറ്റ ലൈനിൽ നിന്ന് കോപ്പി ചെയ്ത് മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് കിട്ടിക്കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റ് ലൈൻ ഓൺ ആക്കും. അക്നോളജ്മെൻറ്റ് ലൈൻ ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മാസ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ റൈറ്റ് സിഗ്നൽ ഡ്രോപ്പ് ചെയ്തു. അതുപോലെ അത് ഡ്രോപ്പ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്നോളജ്മെൻറ്റ് സിഗ്നലും ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും അസിൻക്രണസ് ടൈമിങ്ങിൽ പറഞ്ഞു. എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റ് കഴിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈനിൽ ബസ് ഡിസൈനിൻ്റെ അവരുടെ ടൈപ്പ്, അതായത് ഡെഡിക്കേറ്റഡ് ആണോ മൾട്ടിപ്ലെക്സ്ഡ് ആണോ എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, റീഡ് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഐ മീൻ അതിൻ്റെ ആക്സസിങ് എങ്ങനെയാണെന്നുള്ളത്, റീഡ്, റൈറ്റ്, റീഡ് ആഫ്റ്റർ റീഡ്, മോഡിഫൈ, റൈറ്റ്, അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആർബിട്രേഷനിൽ സെൻട്രലൈസ്ഡ് ആണോ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ലാസ്റ്റ് നമ്മൾ ടൈമിങ് പറഞ്ഞു. ഒരെണ്ണം വിട്ടുപോയത് ഈ ബസ് വിട്ടാണ്, ഡാറ്റാ ബസിൻ്റെയും അഡ്രസ് ബസിൻ്റെയും എല്ലാം വിട്ട്. ഇനി ഈ അസിൻക്രണസ് ടൈമിങ്ങും സിൻക്രണസ് ടൈമിങ്ങിൻ്റെ ചെറിയൊരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ, സിൻക്രണസ് ടൈമിങ് സിംപ്ലറും ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് ടെസ്റ്റ്. അതുപോലെ ഫ്ലെക്സിബിൾ ആണ്, അസിൻക്രണസിനേക്കാളും ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഫിക്സഡ് ക്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് കുറേ കൂടി ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ എന്താ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസും ഒരേ ക്ലോക്കിനെയാണ് ബേസ് ചെയ്തത്. അപ്പോൾ ചില ഡിവൈസ് നല്ല സ്പീഡുള്ളതുണ്ടായിരിക്കാം, ചിലത് സ്ലോ ആയിരിക്കാം. അപ്പോൾ അവരെല്ലാവരും ഒരു കോമൺ ക്ലോക്കിനെ ബേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു പെർഫോമൻസിൻ്റെ ഇൻക്രീസിനുള്ള ചാൻസസ് കുറവാണ്. അതായത് ചിലതിൻ്റെ സ്പീഡ് കൂടിയതുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജും കിട്ടാണ്ടാവും. ദ സിസ്റ്റം കനോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് അഡ്വാൻസസ് ഇൻ ഡിവൈസ് പെർഫോമൻസ്. ഓക്കെ. With asynchronous timing, a mixture of slow and fast devices using older and newer technology can share bus. Okay. അസിൻക്രണസ് ആകുമ്പോൾ സ്പീഡൊന്നും ഇഷ്യൂ അല്ല, അവർക്ക് നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ടും എഫക്റ്റീവായിട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമ്മറി എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നത്തെ വീഡിയോ മാത്രമല്ല, നമ്മൾ ടോട്ടൽ ബസ്സിനെ പറ്റി പഠിച്ചത് എല്ലാതുമാണ്. അപ്പോൾ വിച്ച് മീൻസ് മുന്നത്തെ വീഡിയോ, ഇതിന് മുന്നേ ചെയ്ത പാർട്ട് 1 കൂടിയാണ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ് എന്നുള്ളതായിരുന്നു ആദ്യം പഠിച്ച കാര്യം. ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സിൽ പറഞ്ഞത്, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് മോഡ്യൂൾസ് ആണ്, മെയിൻലി മെമ്മറി, പ്രോസസ്സർ, IO. ഈ മോഡ്യൂൾസിനെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പാത്വേ ആണ് ഇന്റർകണക്ഷൻ. അപ്പോൾ അതിൽ മെയിൻ 2 തരം, ബസ്സും പോയിന്റ് ടു പോയിന്റും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ദെൻ ബസ് ഡെഫിനിഷൻ. ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഷെയറബിൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം ആണ്. 2 അറ്റ് എ ടൈം ഒരാൾക്കേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ബസ്സിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞു. ബസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മേജർ കമ്പോണൻസിനെ, അതായത് പ്രോസസ്സറിനെയും മെമ്മറിനെയും IOനെയും കണക്ട് ചെയ്യുന്ന ബസ്സിനെ സിസ്റ്റം ബസ് എന്നാണ് പറയുക. ആൻഡ് ബസ് 3 തരത്തിലാണ് സ്ട്രക്ചർ. മെയിൻ പാർട്ട് അഡ്രസ്സിൻ്റെ ലൈൻസ് എല്ലാം കൂടിയിട്ട് അഡ്രസ് ബസ്, ഡാറ്റ ലൈൻസ് എല്ലാം വരുമ്പോൾ ഡാറ്റാ ബസ്, കൺട്രോൾ ലൈൻസ് എല്ലാം വരുമ്പോൾ കൺട്രോൾ ബസ്. അഡ്രസ് ലൈൻസിൽ അഡ്രസ്സ് ആയിരിക്കും പറയുക, ഡാറ്റാ ലൈൻസിൽ ഏത് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറയും. കൺട്രോൾ ബസ്സിൽ 2 കാര്യങ്ങൾ പറയും. ഒരെണ്ണം കൺട്രോൾ സിഗ്നലും, രണ്ടാമത് ടൈമിങ്ങും. ടൈമിങ് എത്ര സമയം ഡാറ്റ ഓൺ ആവും, വാലിഡിറ്റി ആണ്.
കൺട്രോൾ സിഗ്നൽസ് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന്, അതായത് അതിന് വരിക എക്സാമ്പിൾ വരിക റൈറ്റ് കൺട്രോൾ സിഗ്നൽ, റീഡ് കൺട്രോൾ സിഗ്നൽ, ബസ് റിക്വസ്റ്റ്, ബസ് ഗ്രാൻഡ്, ഇൻ്ററപ്റ്റ്, അങ്ങനെ റിക്വസ്റ്റ്, അങ്ങനെ കുറേ കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ബസ് സ്ട്രക്ചറിൽ പഠിച്ച കാര്യങ്ങളാണ്. ബസ് സ്ട്രക്ചറിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ബസ് ഹയറാർക്കി, അതായത് സെയിം ടൈം ഒരു ബസ്സിൽ നമ്മൾ കുറേ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ബസ്സിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ മൾട്ടിപ്പിൾ ബസ്സസ് യൂസ് ചെയ്യാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ബസ്സസ് ഒരു ഹയറാർക്കി പോലെ ഒരു അതിൽ യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 2 തരത്തിലുള്ള യൂസിങ് ഉണ്ട്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ ബസ് ആർക്കിടെക്ചറും സെക്കൻഡ് വൺ ഹൈ സ്പീഡ് ആർക്കിടെക്ചറും. ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ ശരിക്കും മാക്സിമം ഒരു 3 ബസ് ഉണ്ടാവുന്നത്. ഒരു ലോക്കൽ ബസ്സും ഉണ്ടാവും, ഒരു സിസ്റ്റം ബസ്സും ഉണ്ടാവും, എക്സ്പാൻഷൻ ബസ്സും ഉണ്ടായിരിക്കും. അതുപോലെ ഹൈ സ്പീഡ് ആകുമ്പോൾ എക്സ്ട്രാ ഒരു ഹൈ സ്പീഡ് ബസ്സും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഹൈ സ്പീഡ് ഡിവൈസൊക്കെ ഹൈ സ്പീഡ് ഡിവൈസിലേക്കും ബസ്സിലും കണക്ട് ചെയ്യും. അതുപോലെ നോർമലായിട്ടുള്ള സീരിയൽ ഡിവൈസസും മോഡം അങ്ങനത്തെ നോർമൽ സ്പീഡ് ഡിവൈസസ് എല്ലാം നമ്മൾ നോർമൽ എക്സ്പാൻഷൻ ബസ്സിലേക്കും കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് മൾട്ടിപ്പിൾ ബസ് ഹയറാർക്കി പറഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മൾ മുന്നത്തെ വീഡിയോയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കിയത്. ബസ് ടൈപ്പ് പറഞ്ഞു ആൻഡ് മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ, ബസ് വിഡ്ത്ത്, ബസ് ട്രാൻസ്ഫർ ടൈപ്പ് ആൻഡ് ടൈമിംഗ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ടോപ്പിക്കാണ്. ബസ്സും ബസ്സിൻ്റെ ഡീറ്റെയിൽസും ഓൾമോസ്റ്റ് എല്ലാ പോർഷനും ഞാൻ കവർ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻസ് ആയിട്ട് എന്നോട് ചോദിച്ചോളൂ, എന്നെ അറിയിച്ചോളൂ. ഓക്കെ, ഇത്രയും സമയം കണ്ടതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.